ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ് വന്നല്ലോ, ഈ ഗവൺമെൻറ് വന്നു, ഞങ്ങൾ പറഞ്ഞു കോവിഡ് മൂലമുള്ള നിരവധി മരണങ്ങൾ ഈ സർക്കാർ മറച്ചു വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി എന്താ പറഞ്ഞത്? ചക്ക വീണ് ചത്തതൊന്നും കോവിഡ് മരണത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് പറഞ്ഞു. മറുപടി ഈ മന്ത്രിയുടെ ആദ്യത്തെ മറുപടിയാണ് നിയമസഭയിൽ. ഞങ്ങൾക്ക് എന്താ മറുപടിയാണ്? ചക്ക വീണ് ചത്തതൊക്കെ, തലയിൽ വീണ് ചത്തതെല്ലാം കോവിഡ് മരണത്തിൽ കൂട്ടില്ല എന്നായിരുന്നു മറുപടി. ഞങ്ങളത് കൊണ്ടുവന്നതിന് ശേഷം സർക്കാർ മറച്ചു വെച്ച 27,000 മരണങ്ങൾ, കോവിഡ് മൂലമുള്ള മരണങ്ങൾ പിന്നീട് പുറത്തു വന്നു. സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റ് കൂടാതെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച 27,000 മരണങ്ങൾ വീണ്ടും പുറത്തു വന്നു. നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താ വേണ്ടത്? ഇപ്പം ആരോഗ്യവകുപ്പിനാണ് ചികിത്സ വേണ്ടത്. യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് നടന്ന കൊള്ള, ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വരെ ഇവർ ആ കാലഘട്ടത്തിൽ വിതരണം നടത്തി. C&G റിപ്പോർട്ട് വന്നു. പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത്, പ്രതിപക്ഷം പറഞ്ഞത് C&G റിപ്പോർട്ടിൽ വന്നു. എക്സ്പയറി ഡേറ്റ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മേടിച്ചു കൊടുത്താൽ ഒന്ന് അതിൻ്റെ മോളിക്യൂൾ കോമ്പിനേഷൻ തന്നെ കഴിഞ്ഞാൽ അത് മാരകമാവും. ആ മരുന്ന് കഴിക്കാൻ പാടില്ല. 6 മാസം കാലാവധി തീരാനുള്ള മരുന്ന് പോലും വിതരണം നടത്താൻ പാടില്ല. അപ്പോഴാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ ഇവർ വിതരണം നടത്തിയത്. ഇവിടെ പകർച്ചവ്യാധികൾ കൂടുകയാണ്. ഏത് പകർച്ചവ്യാധിയാണ് കേരളത്തിലില്ലാത്തത്? ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന കാര്യമാണ്. നിയമസഭയിൽ ഞങ്ങൾ ശക്തമായി ഉന്നയിച്ച കാര്യവും നിരവധി പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ്. ആ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഗവൺമെൻറ്റിനില്ല. കോവിഡിന് ശേഷം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു, മരണനിരക്ക് ഉയരുകയാണ്. അതായത് കാർഡിയാക് അറസ്റ്റ് കൂടുന്നു, സ്ട്രോക്ക് വരുന്നു, ഒരുപാട് ഓക്സിജൻ ലെവൽ താഴേക്ക് പോകുന്നു, ലങ്സ് ഡിസീസ്. കോവിഡിന് ശേഷം ഒരുപാട് മരണങ്ങളുടെ എണ്ണം വ്യാപകമായി കൂടുവാണ്. ഗവൺമെൻറ് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി, നിങ്ങൾ പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നാണ്. വെറുതെ ആശാവർക്കർമാരെ കൊണ്ട് പരിശോധിച്ചാൽ അറിയാം ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കാണോ കോവിഡിന് ശേഷമുള്ള മരണനിരക്ക്. ഒന്ന് പഠിക്കണ്ടേ? ഹെൽത്ത് ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത്? ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത്? ഏത് അസുഖം ബാധിച്ചാണ് ആളുകൾ മരിക്കുന്നത്? നിലവിൽ രോഗമുള്ളവരാണോ ഇതുമൂലം മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രോഗം ഇല്ലാത്തവരാണോ മരിക്കുന്നത്? ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ആശാവർക്കർമാരെ വെച്ചിട്ടുള്ള ആ മെക്കാനിസം കൊണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താനും പറ്റും. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഈ കേരളത്തിലെ ആരോഗ്യ വർഷങ്ങളായി ഇവരാരും കൊണ്ടുവന്നല്ലോ, വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. വീണ്ടും വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. ഇത് തീർത്തും അവഗണനയാണ്. മന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരാണ് ഭരിക്കുന്നത്? അവരല്ല ഭരിക്കുന്നത്, വേറെ ആളുകളുടെ നിയന്ത്രണത്തിലാണ്. ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ലാന്ന് മരുന്നില്ലാത്ത കാര്യം. എന്തൊരു വർത്തമാനമാണ്! പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു മരുന്നില്ല, സർജിക്കൽ എക്യുപ്മെൻസ് ഇല്ല എന്ന്. ഈ ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ മന്ത്രിയുടെ PS അറിയിച്ചു എന്ന്. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചു, ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ അറിയിച്ചു. പക്ഷേ ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല. ഇന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്ത വിവാദമായപ്പോഴാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ നിയമസഭയിൽ ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും നടക്കുന്ന വിഷയങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ടും ധനകാര്യമന്ത്രി 300 കോടി രൂപ പ്ലാൻ കട്ട് ചെയ്തു ഈ വർഷം. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ആരോഗ്യരംഗം ഏറ്റവും അവതാളത്തിലായി, വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയമാണ് ആരോഗ്യരംഗം കേരളത്തിൻ്റെ. അപ്പോഴാണ് ധനകാര്യമന്ത്രി 300 കോടി രൂപ വീണ്ടും പ്ലാൻ കട്ട് ചെയ്തു. പണമില്ലാത്തത് കൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വിതരണക്കാർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത്, സർജിക്കൽ എക്യുപ്മെൻസ് വരാത്തത്. ഇത് ഗുരുതരമായ വിഷയമാണ്. ആരോഗ്യ കേരളം അപകടത്തിലാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതിനെ രക്ഷിക്കണം. ഞങ്ങൾ UDF നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി UDFൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും. ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് ജൂലൈ മാസത്തിൽ തന്നെ ചേരും. ഞങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമാണ്. ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, നിയമസഭയിൽ പറഞ്ഞത് കൂടാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടന വേദിയിൽ തൊട്ട് ഞാൻ അത് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് 3 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നു. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്താണ്. നിങ്ങളുടെ റെക്കോർഡിൽ ലൈബ്രറിയിലുണ്ടാവും. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സമ്മേളനം,
ലോ സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം, പിന്നെ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം, ഈ 3 സമ്മേളനങ്ങളിലും ഞാൻ പ്രധാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറായിട്ട് പറഞ്ഞ കാര്യം ഈ മരുന്ന് ക്ഷാമവും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും ആരോഗ്യരംഗത്തുണ്ടായ പരാജയമാണ്. ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഗവൺമെൻറ്റിനെതിരായി ഫസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലോടുകൂടി അത് പൂർണ്ണമായി ശരിയായിരുന്നു. പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ശരിയായി എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രയോറിറ്റി ഇല്ലേ ഗവൺമെൻറ്റിന്? മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് പറഞ്ഞാൽ എന്താ? കേരളം ധനപ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണെന്ന്. ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ആണോ? പ്രയോറിറ്റി എന്താ? ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനല്ലേ ഈ ആശുപത്രിയിൽ പോകുന്നത്? അവൻ നൂലും എക്യുപ്മെൻസും മരുന്നും പുറത്തുനിന്ന് തരുന്ന മരുന്നും മേടിച്ചുകൊണ്ട് ചെല്ലണം ആശുപത്രി. എന്നാൽ പിന്നെ സ്വകാര്യ ആശുപത്രി പോയാൽ പോരെ? സ്വകാര്യ ആശുപത്രി പോയാൽ പോരെ? അതല്ലേ ഞങ്ങൾ പറഞ്ഞിരുന്നത്. നിരന്തരമായി അവഗണനയുണ്ട്, ശ്രദ്ധയില്ലായ്മയുണ്ട്. എന്നിട്ട് 15 കൊല്ലം മുമ്പുള്ള പേഷ്യൻസിൻ്റെയും ഇപ്പോഴത്തെ പേഷ്യൻസിൻ്റെയും താരതമ്യപ്പെടുത്തി പറയുക, പുരോഗതി കാണിക്കാൻ. എന്നാൽ പിന്നെ ഒരു 25 കൊല്ലം ആയിക്കോട്ടെ, കമ്പയർ 25 കൊല്ലം മുമ്പുള്ള സ്ഥിതി. ഹെൽത്ത് കമ്മീഷൻ പ്രധാനപ്പെട്ട പൊതുജന ആരോഗ്യ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തി ഉള്ളൊരു കമ്മീഷൻ നാളെ നിലവിൽ വരും. പൊതുജന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി. നേരത്തെ എടുത്ത UDF ഞങ്ങൾ ഈ ഗൗരവതരമായി ഈ വിഷയം ചർച്ച ചെയ്താണ്. നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇലക്ഷൻ വന്നുകൊണ്ടാണ് ആ കമ്മീഷൻ പത്രസമ്മേളനത്തിൽ അന്നത്തെ കൺവീനർ പറഞ്ഞതാണ് കമ്മീഷൻ. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് മുമ്പ് കൂടിയ UDF യോഗം ഇത് തീരുമാനിച്ചു. ഹെൽത്ത് കമ്മീഷനും ഹെൽത്ത് കോൺക്ലേവും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന, പ്രയോറിറ്റൈസ് ചെയ്ത് കാണുന്ന, മുൻഗണനാ ക്രമത്തിൽ കാണുന്ന സർക്കാരിനെതിരായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായതുകൊണ്ടല്ല സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് നിലവിൽ കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ്.